ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് പരീക്ഷയൊക്കെ അടുത്തിരിക്കുകയായിരിക്കും. എല്ലാവരും കുറച്ച് ടെൻഷനോടുകൂടിയൊക്കെ ആയിരിക്കും. കുറച്ച് ടെൻഷനൊക്കെ നല്ലതാണ് അല്ലേ? നമുക്ക് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഉത്കണ്ഠയൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഒരു ഉത്കണ്ഠ മൂലം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇനി നോക്കേണ്ടത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു, ഏകദേശം ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി നമുക്കൊരു 2 വീക്സേ നമുക്ക് മാക്സിമം നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമ്മൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 30 മാർക്ക് അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം 30 മാർക്കിൻ്റെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് 30 മാർക്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊന്ന് മാക്സിമം നോക്കുക. എന്നിട്ട് നമുക്ക് കിട്ടാത്ത കുറച്ച് ഏരിയാസ് ഉണ്ടാകും. അത് ഈ സമയം കുറച്ച് നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുക. അങ്ങനെ നമുക്ക് ഈ കേറ്ററ്റ് അല്ലെങ്കിൽ നമുക്ക് കേറ്റൻ്റെ സൈക്കോളജി നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 25 എബോവ് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് അങ്ങനെ എത്താൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കിക്കൂടുക. ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്ത മാതൃക SOAയിൽ ഓർമ്മ ഉൾപ്പെടുന്നത് ഏതിലെന്നാണ് ചോദിക്കുന്നത്. ഓർമ്മ ഉൾപ്പെടുന്നത് ഏതിൽ? അതായത് ഉള്ളടക്കം, പ്രവർത്തനം, ഉൽപ്പന്നം, യൂണിറ്റുകൾ ഏതിലാണ് ഉൾപ്പെടുന്നത്? അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരിയാണോ നോക്കുക. നിങ്ങളുടെ ആൻസർ ശരിയാണോ നിങ്ങൾ സ്വയം ഒന്ന് വാലുവേറ്റ് ചെയ്യുക, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. പ്രവർത്തനത്തിലാണ്. ഇനി ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്തം അല്ലെ, ഇവിടെ നമ്മൾ എത്രയൊക്കെയാണ്? 3 തലങ്ങളുണ്ട് അല്ലെ? 3 തലങ്ങളായിട്ടാണ് വരുന്നത്. ഈ 3 തലങ്ങൾ ഏതൊക്കെയാ? കണ്ടന്റ്, പ്രൊഡക്റ്റ്, ഓപ്പറേഷൻ അല്ലെ? കണ്ടന്റ്, പ്രൊഡക്റ്റ്, ഓപ്പറേഷൻസ്. ഇനി ഈ ഓപ്പറേഷൻസിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഈ ഓർമ്മ അല്ലെ? ഓർമ്മ വരുന്നത്. അത് ഓർത്ത് വയ്ക്കണം. ഓർമ്മ. പിന്നെ ഏതൊക്കെയാണ്? വൈജ്ഞാനികം അല്ലെ? വൈജ്ഞാനികം, ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ്. ഇതൊക്കെ ഏതിലാണ് വരുന്നത്? ഈ ഓപ്പറേഷൻസിലാണ് വരുന്നത്. അപ്പൊ ഓരോന്നിലും കണ്ടന്റിൽ എന്താണ് വരുന്നത്, പ്രൊഡക്റ്റിൽ എന്താണ് വരുന്നത്, ഓപ്പറേഷൻസിൽ എന്താണ് വരുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ പഠിച്ചു പോകണം. എന്നാലാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കേറ്ററ്റിൽ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിലും പഠിക്കണം. ഇപ്പൊ കണ്ടന്റിൽ എന്തൊക്കെയാണ്? കാഴ്ച, ശ്രവ്യം, പ്രതീകം, അർത്ഥം, ഇതൊക്കെ ഏതിലാണ് വരുന്നത്? കണ്ടന്റിലാണ് വരുന്നത്. പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ പഠിച്ചു പോകണം. അപ്പൊ ഇവിടെ ഓർത്ത് വയ്ക്കുക, ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ ഏതാണ് പഠന വൈകല്യത്തിന്റെ ഒരു സാധാരണ ലക്ഷണം അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം പഠന വൈകല്യത്തിന്റെ സാധാരണ ലക്ഷണം അല്ലാത്തത്? വായിക്കുന്നതിലും എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഗണിതാശയങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, നടക്കുവാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ട്, നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഏതായിരിക്കും ഇവിടെ വരുന്നത്? നടക്കുവാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ 1 മാർക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ലേണിംഗ് ഡിസബിലിറ്റി. ഇവിടെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഏതൊക്കെയാണ്? ഡിസ്പ്രാക്സിയ ഉണ്ട് അല്ലെ? ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് പേശിപരമായിട്ടുള്ള വൈകല്യമാണ് അല്ലെ? പേശി വൈകല്യം. ഇനി ഡിസ്കാൽക്കുലിയ ഉണ്ട്. ഡിസ്കാൽക്കുലിയ എന്താണ്? ഗണന വൈകല്യമാണ് അല്ലെ? ഗണന വൈകല്യം. ഇവിടെ നിന്ന് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഗണന വൈകല്യം എന്ന് പറഞ്ഞാൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള വൈകല്യം, മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വൈകല്യമാണ്. അപ്പൊ ഇവിടെ പ്ലസ് ഇൻറ്റു ആയിട്ടും മൈനസ് ഹരണമായിട്ടൊക്കെ തിരിഞ്ഞു പോകും. 6, 9 ആയിട്ട് വായിക്കും കുട്ടി. ഇനി 96-ൽ നിന്ന് 69 കുറയ്ക്കാൻ പറയുമ്പോൾ 69-ൽ നിന്ന് 96 കുറയ്ക്കും. പിന്നെ അതുകൂടാതെ ക്ലോക്കിലെ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ, എത്ര മണിയായെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇനി അതുകൂടാതെ നമുക്കൊരു കടയിലൊക്കെ പോവുകയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ച് ബാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൈസ കൊടുക്കുക, ബാക്കി കൊടുക്കുക, ഇതൊക്കെ ആ കുട്ടിയെ സംബന്ധിച്ചോളം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഈ ഡിസ്കാൽക്കുലിയ ഉള്ളവർക്ക്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് വായനാ വൈകല്യമാണ് അല്ലെ? വായന വൈകല്യം. ഇനി ഇവിടെ എന്ത് വരും? വായനാ വൈകല്യം വിട്ട് വായിക്കും, അല്ലെങ്കിൽ ചേർക്കേണ്ട സ്ഥലത്ത് ചേർക്കാതെയും, അതുകൂടാതെ ചേർക്കേണ്ടാത്ത സ്ഥലത്ത് ചേർത്തുമൊക്കെ വായിക്കുന്ന ഒരു ഇതുണ്ട്. അതിനാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വന്ന ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ എന്താണ്? അതായത് ഇത് എഴുത്ത് വൈകല്യമാണ് അല്ലെ? എഴുത്ത് വൈകല്യം. അതായത് സി ആ കുട്ടി ചിലപ്പോൾ സി എന്ന് എഴുതുമ്പോൾ തിരിച്ചെഴുതും. ഇനി ബി എഴുതാൻ പറയുമ്പോൾ ഡി എഴുതും. ഇനി ബെഡ് എന്ന് എഴുതാൻ പറയുമ്പോൾ ഡെബ് എന്ന് എഴുതും. ഇതൊക്കെ ഏത് തരം വൈകല്യമാണ്? ഡിസ്ഗ്രാഫിയാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു മറ്റ്
അനദർ ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ടാക്കുന്ന കുറച്ച് വൈകല്യമാണ് ഡിസ്നോമിയ എന്ന് പറയുന്നത്. ഡിസ്നോമിയ അതായത് നാമവൈകല്യം, നാമങ്ങൾ ഉച്ചരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്പേസിയ. ഇത് ശരിക്കും വേണമെങ്കിൽ ലാംഗ്വേജ് അല്ലെ, ഭാഷ ഉച്ചരിക്കാനായിട്ടുള്ള വൈകല്യമാണ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഏതൊക്കെയാ? ഡിസ്ഗ്രാഫി പഠിക്കണം, ഡിസ്പ്രാക്സിയ പഠിക്കണം, ഡിസ്കാൽക്കുലിയ, ഇതൊക്കെയാണ് സ്ഥിരം അവിടെ ചോദിച്ചു കണ്ടേക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. ഒരു അധ്യാപിക പൂവിന്റെ ഘടനയെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതായി ആദ്യം പൂവിനെ മുഴുവനും കാണിച്ച ശേഷം അതിന്റെ ഓരോ ഭാഗങ്ങൾ വിവരിച്ചു നൽകി. ഈ ആശയം താഴെ പറയുന്നവയിൽ ഏത് പഠന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഗസ്റ്റാൾട്ട് പഠനം, പൗരാണികാനുബന്ധന പഠനം, പ്രവർത്തനാനുബന്ധനം, നിരീക്ഷണ പഠനം. ഏതായിരിക്കാം? പൂവ് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? ഗസ്റ്റാൾട്ട് പഠനം അല്ലെ, സമഗ്രതാവാദം, സമഗ്രത സിദ്ധാന്തം. ഇനി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്കൂൾ ഓഫ് സൈക്കോളജി. സ്കൂൾ ഓഫ് സൈക്കോളജി, ഇവിടെ നമ്മൾ സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ ഗസ്റ്റാൾട്ട് സൈക്കോളജി പഠിക്കണം, ബിഹേവിയറിസം പഠിക്കണം, അതുകൂടാതെ സ്ട്രക്ചറലിസം, ഇതെല്ലാം നമ്മളവിടെ പഠിക്കണം, കോഗ്നിറ്റീവിസം, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളും. അത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊപ്പൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ഉപജ്ഞാതാവ് ആരൊക്കെ, അതിന്റെ വക്താക്കൾ ആരൊക്കെ എന്ന് പഠിക്കണം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി ഗസ്റ്റാൾട്ട് പഠനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സമഗ്രതാ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അതിന്റെ വക്താക്കളും ഉപജ്ഞാതാവളും ഓർത്തു വെച്ചോളാം. കൊഫ്ക, കൊഹ്ലർ, വർത്തീമർ അല്ലെ. കൊഫ്ക, കൊഹ്ലർ, വർത്തീമർ. ഇനി ഇതിലെ വെർത്തീമർ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ബാക്കി രണ്ടും എന്താണ്? കൊഫ്കയും കൊഹ്ലറും ഇതിന്റെ വക്താക്കളാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി ഇവിടെ നമ്മൾ ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് ഇതിനകത്തുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ കുട്ടികൾക്ക് സമഗ്രമായിട്ടുള്ള ഒരു അറിവ് അവിടെ എന്താണ് കൊടുക്കുകയാണ് അല്ലെ, സമഗ്രമായ അറിവാണ് അവിടെ കൊടുക്കുന്നത്. അതായത് ഇപ്പൊ ഒരു പൂവിനെ പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ പൂവ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? അല്ല, അതിലും കുറച്ചുകൂടി എളുപ്പം, കുട്ടികൾ കുറച്ചുകൂടി ഗ്രഹിക്കാനായിട്ട് എളുപ്പം എന്താണ്? ആദ്യം പൂവ് മുഴുവനായിട്ട് കാണിക്കുകയാണ്, കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ചെമ്പരത്തി പൂവാണെങ്കിൽ ആ ചെമ്പരത്തി പൂ മുഴുവനായിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ ആ ഒരു റെഡ് കളർ ഇതാണ്, അല്ലെങ്കിൽ അതിന്റെ പൂമ്പൊടി ഇതാണ്, ഇതിന് 5 ഇതളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സമഗ്രമായിട്ടുള്ള അറിവ് കുട്ടികൾക്ക് എന്താണ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അതിനെപ്പറ്റി എന്താണ് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതുകൂടാതെ തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ പുതിയൊരു യൂണിറ്റ് പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഉടനെ തന്നെ ചെന്ന് പുസ്തകം തുറന്ന് പഠിപ്പിക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് പിന്തുടർന്ന ടീച്ചർ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നമ്മളവിടെ ഇന്ന യൂണിറ്റ് ആണ്, ഇന്ന യൂണിറ്റിൽ ഇന്ന കാര്യങ്ങളാണുള്ളത്, ഇന്ന പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുന്നത് എന്നൊക്കെ ഒരു ഹോൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആ ചാപ്റ്ററിനെ പറ്റി പറഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അവിടെ സമഗ്രമായിട്ടുള്ള ഒരു അറിവ് ആ കുട്ടിക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസുകളും പഠിച്ചു പോകണം. ഇതൊക്കെ നമുക്ക് ലേണിംഗ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളവിടെ വീണ്ടും പഠിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ വീണ്ടും പഠിക്കും. അപ്പോൾ ഇവിടെ തിയറി എന്ന് പറയുമ്പോൾ ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റിലെ തിയറീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് പഠിക്കണം. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, അതുകൂടാതെ ഫീൽഡ് തിയറി, ഗസ്റ്റാൾട്ട് ലോ, ഇത് മൂന്നും ഏതെങ്കിലും ഒരെണ്ണം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ഥിരം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നന്നായിട്ട് പഠിച്ചു പോകേണ്ട ഏരിയ ആണ്. നല്ലൊരു ഹോട്ട് ടോപ്പിക് ആണ് കേട്ടോ ഇത്. അതുകൂടാതെ വ്യവഹാരവാദവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഗസ്റ്റാൾട്ട് പഠനം. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. ഒരു കുട്ടി ഒരു ഫോൺ നമ്പർ പലതവണ ആവർത്തിച്ച് പറഞ്ഞ് ഓർമ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇത് ഏതിനുള്ള ഉദാഹരണമാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? ഓർഗനൈസേഷൻ, ഇലാബറേഷൻ, റിഹേഴ്സൽ, ഡിസ്കവറി ലേണിംഗ്. ഏതായിരിക്കും ഇവിടെ വരുന്നത്? റിഹേഴ്സൽ ആണ് വരുന്നത് അല്ലെ. റിഹേഴ്സൽ ആണ്. അതായത് വീണ്ടും വീണ്ടും കുട്ടി എന്താണ്? ആവർത്തിച്ച് പറഞ്ഞ് ഓർമ്മയിൽ എന്താണ്? നിലനിർത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. മടിയൻ പ്രായം, സ്ലോപ്പി ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം സാധാരണയായി ഏത് പ്രായ വിഭാഗത്തിൻ്റെതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? ആദ്യകാല ബാല്യം, പിൽക്കാല ബാല്യം, കൗമാരം, ശൈശവം. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? പിൽക്കാല ബാല്യം അല്ലെ. ലേറ്റർ ചൈൽഡ്ഹുഡ്. നമ്മൾ ആ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് എവിടെ തൊട്ടാണ്? ഡെവലപ്മെന്റ് നടക്കുന്നത് വോംബ് ടു ടോംബ് ആണ് അല്ലെ. വോംബ് ടു ടോംബ് ആണ് നമുക്ക് ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് വോംബായിരിക്കുന്ന സമയത്ത് തൊട്ട്, അല്ലെങ്കിൽ ഭ്രൂണമായിട്ടിരിക്കുന്ന സമയത്ത് തൊട്ടേ നമുക്ക് ഡെവലപ്മെന്റ് നടക്കുന്നു. ഇനി ആ ഒരു ഗർഭം അല്ലെങ്കിൽ ആ ഒരു ജനനത്തിന് ശേഷമുള്ള ആ ഒരു നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഫൻസി ആണ് അല്ലെ. ശൈശവം, ഇൻഫൻസി എന്ന് പറയുന്നത് നമുക്ക് 0 മുതൽ 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് വരെയാണ് ഇൻഫൻസി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബാല്യകാലമാണ് അല്ലെ. ബാല്യകാലത്തിൽ തന്നെ നമ്മൾ എന്താണ്? 3 ആയിട്ട് തിരിക്കുന്നു. ഏർലി ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്,
ലേറ്റർ ചൈൽഡ്ഹുഡ്. ഇനി ഏർലി ചൈൽഡ്ഹുഡിന്റെ വയസ്സ് എന്ന് പറയുന്നത് 3 മുതൽ 6 വയസ്സ് വരെയും, ഇനി മിഡിൽ ചൈൽഡ്ഹുഡ് 6 മുതൽ 9 വയസ്സ് വരെയും, ലേറ്റർ ചൈൽഡ്ഹുഡ് 9 മുതൽ 11 or 12 വയസ്സ് വരെയാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. ഇനി ഈ ലേറ്റർ ചൈൽഡ്ഹുഡിന്റെ പ്രത്യേകതയാണ് മടിയൻ പ്രായം, അതായത് സ്ലോപ്പി ഏജ് എന്ന് പറയും അല്ലെ, സ്ലോപ്പി ഏജ് എന്ന് പറയും. ഇനി എന്തൊക്കെയായിരിക്കാം ഈ ലേറ്റർ ചൈൽഡ്ഹുഡിന്റെ പ്രത്യേകത ആയിട്ട് വരുന്നത്? അതായത് ഇവിടെ നമുക്ക് വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഇമോഷൻസുകൾ കുറച്ച് സ്ഥിരമായി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അതുകൂടാതെ പീർ ഗ്രൂപ്പുമായിട്ട് ഒരു ഗ്യാങ് ഏജ് ആണ് അല്ലെ, പീർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൂടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ ഗ്യാങ് ഏജ് എന്ന് വിശേഷിപ്പിക്കും അല്ലെ, ഗ്യാങ് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൂടാതെ ഏജ് ഓഫ് കൺഫർമിറ്റി അല്ലെ, ഏജ് ഓഫ് കൺഫർമിറ്റിയുടെ കാലഘട്ടമാണ്. ഏജ് ഓഫ് കൺഫർമിറ്റി അതായത് പൊരുത്തപ്പെടലിന്റെ കാലം എന്ന് പറയും ഏജ് ഓഫ് കൺഫർമിറ്റി. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജസിന്റെയും പ്രത്യേകതകൾ പഠിക്കണം. അതായത് ചൈൽഡ്ഹുഡിന്റെ ആയാലും, അതുകൂടാതെ ഏർലി ചൈൽഡ്ഹുഡ് ആയാലും, ലേറ്റർ ചൈൽഡ്ഹുഡ് ആയാലും, ഇൻഫൻസി ആയാലും ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ കറക്റ്റ് ആയിട്ട് പഠിക്കും. ഇങ്ങനെയായിരിക്കും ഓരോന്നിന്റെ. ഇപ്പൊ കളിപ്പാട്ടങ്ങളുടെ പ്രായമുണ്ട് അല്ലെ, കളിപ്പാട്ടങ്ങളുടെ കാലമുണ്ട്. അതുകൂടാതെ അങ്ങനെ ഓരോ വിശേഷങ്ങളുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കും. ഇങ്ങനെ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ നിന്ന് ജനറൽ ആയിട്ട് നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഡെവലപ്മെന്റൽ തിയറീസുകളും ചോദിക്കാം. നല്ലൊരു ഹോട്ട് ടോപ്പിക് ആണ് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കൊള്ള കുട്ടിക്കാലത്തെ വൈകാരിക വികാസത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഘടകം ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെയും എന്താണ് കുട്ടിക്കാലവുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുടെ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള അല്ലെ, ഇമോഷണൽ ഡെവലപ്മെന്റിനെ ശക്തമായിട്ട് സ്വാധീനിക്കുന്ന ഘടകം ഏത് എന്നാണ് ചോദിക്കുന്നത്. കാലാവസ്ഥാ സാഹചര്യങ്ങൾ, മാതാപിതാക്കളുടെ ഇടപെടലും പരിചരണവും, ടെലിവിഷൻ പരിപാടികൾ, പോഷകാഹാര സപ്ലിമെന്റുകൾ. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് അല്ലെ. അതായത് മാതാപിതാക്കളും അവരുടെ ഇടപെടലും പരിചരണമാണ് നമുക്ക് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഏറ്റവും ശക്തമായിട്ട് സ്വാധീനിക്കുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇമോഷണലിന്റെ കുട്ടിക്കാലത്ത് ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രകടനം, അതിന്റെ സവിശേഷതകൾ ചോദിക്കാം. ഇതും ഇമോഷണൽ ഡെവലപ്മെന്റിൽ നിന്നും 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഇതും നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ വികാരങ്ങളുടെ സവിശേഷത പഠിക്കണം അല്ലെ. എന്തായിരിക്കും? തീവ്രമായിരിക്കും അല്ലെ, തീവ്രമാണ്. അതായത് ഇപ്പൊ കരയാൻ തോന്നുകയാണെങ്കിൽ അവിടെ കിടന്ന് റോട്ടിലോ എവിടെയാണെന്ന് വിചാരിച്ച അമ്പലത്തിൽ ഉത്സവത്തിന് പോയി എന്ത് പള്ളി പെരുന്നാളിലോ എന്തൊക്കെ ആയാലും അവിടെ എന്താണ് വികാരങ്ങൾ പ്രകടിപ്പിക്കുക. അപ്പൊ കരയാൻ തോന്നുകയാണെങ്കിൽ അവിടെ കിടന്ന് ഉരുണ്ട് വരണ്ട് എന്ത് ചെയ്യും? കരയും അല്ലെ. അപ്പൊ വളരെ തീവ്രമായിട്ട് അത്ര ഇന്റൻസീവ് ആയിട്ട് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പെരുമാറുന്നുണ്ട്. ആ ഒരു വൈകാരികം വളരെ ഇതായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എന്താ? പെട്ടെന്ന് അല്ലെ മാറി മറിയുന്ന ഒന്നാണ്. മാറി മറിയുന്നു അല്ലെ. അതായത് മാറി മറിയുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ അതായത് പെട്ടെന്ന് ഇപ്പൊ ഒരു കുട്ടി കരയുന്നത് വിചാരിക്കും, ഒരു മിഠായി കൊടുക്കുകയാണെങ്കിൽ കുട്ടി എന്താണ്? ആ ഒരു ചിരിക്കും അല്ലെ. ആ കരയുന്നതിൽ വിട്ടു നിന്ന് ആ ഒരു വികാരം അല്ലെങ്കിൽ വൈകാരിക പ്രകടനം വേറൊരു രീതിയിലേക്ക് മാറും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ മാറി മറിയുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ക്ഷണികമാണ് അല്ലെ, ക്ഷണികമാണ്. അതായത് അല്പായുസാണ്, അധികം സമയമൊന്നും ഉണ്ടാവില്ല, അല്പായുസാണ്. പിന്നെ നമുക്ക് എന്താണ് അത് അതായത് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ കുട്ടി ദേഷ്യപ്പെട്ടാണോ ഇരിക്കുന്നത്, സന്തോഷപ്പെട്ടാണോ ഇരിക്കുന്നത്, നമുക്ക് കറക്റ്റ് ആയിട്ട് കുട്ടിയുടെ വികാര പ്രകടനം എങ്ങനെയായിരിക്കും, ഈ കുട്ടികളുടെ ആ ഒരു അവസ്ഥ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ചധികം വികാരങ്ങളുടെ പ്രത്യേകതകൾ ഓർത്തു വെക്കണം. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാ. ചങ്കിങ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചങ്കിങ് എന്ന് പറയുമ്പോൾ ഏതുമായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? അതായത് ഓർമ്മയുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. അതായത് ഓർമ്മ നിലനിർത്താൻ വേണ്ടി നമ്മൾ കുറച്ച് ടെക്നിക്സുകൾ ഉപയോഗിക്കും അല്ലെ. നിമോണിക് തന്ത്രം അല്ലെ, നിമോണിക് തന്ത്രങ്ങൾ ഉപയോഗിക്കും. അതിൽ പെട്ടതാണ് ഈ ചങ്കിങ് എന്ന് പറയുന്നത്. ഇനി ചങ്കിങ് ഉണ്ട്, അതുകൂടാതെ കുറച്ചധികം നിമോണിക് തന്ത്രങ്ങളുണ്ട്. അക്രോണിങ്സ് ഉണ്ട് അല്ലെ, അക്രോസ്റ്റിക്സ്, അങ്ങനെ കുറച്ചധികം കഥാകഥന രീതി, സൂചക പതന രീതി, അങ്ങനെ കുറേ അധികം നിമോണിക് തന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ചു പോകണം. ഈ ചങ്കിങ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി, നമ്മൾ ഫോൺ നമ്പറൊക്കെ പഠിക്കുമ്പോൾ രണ്ടെണ്ണം വെച്ച് ഡിവൈഡ് ചെയ്ത് 10 നമ്പർ ഉണ്ട് അല്ലെ, രണ്ടെണ്ണം ഒക്കെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചങ്കിങ് എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എപ്പോഴെന്നാണ് ചോദിക്കുന്നത്. എപ്പോഴായിരിക്കാം? 19th April 2017. അതായത് ഭിന്നശേഷികളുടെ അവകാശ സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ RPWD ആക്ട് അല്ലെ, RPWD ആക്ട് 2016 നമ്മൾ പഠിക്കുന്നത്. അത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 2017
19 ഏപ്രിൽ 2017 നിലവിൽ വന്നത്. ഇനി അതുകൂടാതെ നമുക്ക് PWD ആക്ടിന്റെ ഒരു PWD ആക്ട് ഉണ്ട് അല്ലെ. PWD ആക്ട് 1995 PWD ആക്ട് കുറച്ചുകൂടി ഭേദഗതി വന്നാണ് 2016 RPWD ആക്ട് ആയിട്ട് വന്നത്. ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ നമുക്ക് ഭിന്നശേഷിക്കാരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ആക്ടുകളും കാര്യങ്ങളും പഠിക്കണം. ഇപ്പൊ RCI ആക്ട് ഉണ്ട്, അതുപോലെ RTE ആക്ട് ഉണ്ട് അല്ലെ. RCI RTE ആക്ട്, ഇതിന്റെ വർഷങ്ങളടക്കം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ ഇവിടെ പഠിച്ചു പോകണം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. പഠനത്തെ ഒരു സാമൂഹിക പ്രവർത്തനമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ ഇവ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തായിരിക്കണം? അതായത് ഇവിടെ ഒരു സാമൂഹിക പ്രവർത്തനമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും അവിടെ ചെയ്യേണ്ടത്? ഗ്രൂപ്പ് ചർച്ചകളും ടീം വർക്കുകളും ചെയ്യണം അല്ലെ, പ്രോത്സാഹിപ്പിക്കണം. അതായത് ഇവിടെ സാമൂഹ്യ പ്രവർത്തനം അല്ലെ, പ്രവർത്തനമാണ്. സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സൊസൈറ്റിയാണ് അല്ലെ. ഒരു നമുക്ക് കൊഗ്നിറ്റീവ്, സോഷ്യോ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന വൈഗോട്സ്കിലെ തിയറിയുമായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അവിടെ കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റ് ലേണിംഗ് ഒക്കെ വരും അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളിനെ എന്താണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിയെ ഒരു സൊസൈറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ പരസ്പരം കുട്ടികൾ പങ്കുവെച്ചും ആശയങ്ങൾ പങ്കുവെച്ചും തിരിച്ചറിഞ്ഞും ഒക്കെയാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഗ്രൂപ്പ് ചർച്ചകൾ വേണം, ടീം വർക്കുകൾ, ഇതൊക്കെ അവിടെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പഠനത്തിനായുള്ള വിലയിരുത്തലിന് ഉദാഹരണമായ രീതി ഏതെന്നാണ് ചോദിക്കുന്നത്. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ ലേണിംഗ് അല്ലെ. അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് വരുന്നത്. അസസ്മെന്റ് ഫോർ ലേണിംഗ്. അപ്പൊ അവിടെ എന്തായിരിക്കാം വരുന്നത്? അതായത് വ്യക്തിഗതമായ ഫീഡ്ബാക്കോട് കൂടി ആഴ്ചതോറുമുള്ള ക്വിസുകൾ. അതായത് അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ എന്താണ്? പഠനം നടക്കുന്ന ആ ഒരു സമയത്ത് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് നമുക്ക് ആ ഒരു വിലയിരുത്തുന്ന രീതി. ഇതിനെയാണ് നമ്മളെ പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി വിലയിരുത്തൽ തന്നെ 3 രീതിയിലുണ്ട്. ഒന്ന് പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഇനി വിലയിരുത്തൽ തന്നെ പഠനം അല്ലെ, വിലയിരുത്തൽ തന്നെ പഠനം, വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ് അല്ലെ. ആസ് ലേണിംഗ് അതെന്താണ്? നമ്മെ തന്നെ വിലയിരുത്തുക, സ്വയം വിലയിരുത്തുക അല്ലെ. സ്വയം വിലയിരുത്തുന്നതാണ് വിലയിരുത്തൽ തന്നെ പഠനം, ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഉണ്ട് അല്ലെ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഉണ്ട്. ഓഫ് ലേണിംഗ് എന്താണ്? അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതായത് പഠനത്തെ വിലയിരുത്തലാണ്. പഠനത്തെ വിലയിരുത്തൽ, അതായത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ടേം എക്സാം, ഇതിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു ടേമിന്റെ അവസാനം ഒക്കെ നടത്തുന്ന വിലയിരുത്തലിനെയാണ് നമ്മൾ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ടേം എക്സാം ഒക്കെ അവിടെ സെം എക്സാം അല്ലെ, ടേം എക്സാം ഒക്കെ ഇതിൽ വരുന്നതാണ്. സെം എക്സാം, ടേം എക്സാം ഒക്കെ അസസ്മെന്റ് ഓഫ് ലേണിംഗിൽ വരുന്നതാണ്. ഇത് കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് പോകണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നെക്സ്റ്റ് നോക്കിക്കോളാം. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനായി മാത്രം ഒരു കുട്ടി തന്റെ രക്ഷിതാക്കളെ അനുസരിക്കുന്നു. കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ഇത് സംഭവിക്കുന്നത് ഏത് പ്രായത്തിൽ എന്നാണ് ചോദിക്കുന്നത്. ഏത് പ്രായത്തിലാണ്? 9 വയസ്സിന് മുന്നേ. ഇവിടെ കോൾബർഗിന്റെ ആ ഒരു സാൻമാർഗിക വികസനം അല്ലെ, മോറൽ ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ അത് 3 ലെവൽ ഉണ്ടെന്ന് പഠിക്കണം. ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ് ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 4 മുതൽ 10 വയസ്സ് വരെയും, കൺവെൻഷണൽ സ്റ്റേജ് 10 മുതൽ 13 വയസ്സ് വരെയും, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് 13 വയസ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള സ്റ്റേജ്. ഇനി ഓരോന്നിലും കറക്റ്റ് ആയിട്ട് ഓരോ എന്താണ് ലെവലിൽ ഓരോ സ്റ്റേജസ് ഉണ്ട് പഠിക്കണം. പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ നമുക്കറിയാം നമുക്ക് അതിന്റെ 2 സ്റ്റേജ് വരുന്നുണ്ട്. കൺവെൻഷനിലും 2 സ്റ്റേജ് ഉണ്ട്, പോസ്റ്റ് കൺവെൻഷനിലും 2 സ്റ്റേജ് ഉണ്ട്. അത് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ് നോക്കിക്കോളാം. തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ് ചോദിക്കുന്നത്. എന്തിനുള്ള ഉദാഹരണമാണ്? പ്രക്ഷേപണ രീതി അല്ലെ. അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്ക്. എന്താണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ചില കുട്ടികളൊന്നും എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല അല്ലെ. അപ്പൊ അത് കുട്ടികളുടെ മനസ്സിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ്, അതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് കാറ്റ്, ബാറ്റ്, ടാറ്റ്, അതുകൂടാതെ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. ഇപ്പൊ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ആരാണ് കണ്ടെത്തിയത്? ഇപ്പൊ കാറ്റായാലും ബാറ്റായാലും ടാറ്റായാലും ആരാ കണ്ടെത്തിയെന്ന് പഠിക്കണം. ഇപ്പൊ റോഷാക്ക് നമുക്കറിയാം ഹെർമൻ റോഷിയാണ്, അതുകൂടാതെ വാറ്റ് CG യൂങ് ആണ്. അപ്പൊ അതുപോലെ നമുക്ക് കാറ്റും ടാറ്റും ഒക്കെ ആരാണ് കണ്ടെത്തിയെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. എന്താണ് അവിടെ ഉപയോഗിക്കുന്നതെന്നും എന്ത് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇവിടെ ചോദിച്ചു കണ്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് സാർവത്രിക വ്യാകരണം എന്ന ആശയം ആരുടേതാണ് എന്നാണ് ചോദിക്കുന്നത്. സാർവത്രിക വ്യാകരണം എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാനില്ല, ചോംസ്കി ആണ് അല്ലെ. നോം ചോംസ്കി. അതായത്
നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്രാമർ, സാർവത്രിക വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെ, യൂണിവേഴ്സൽ ഗ്രാമർ. ഇവിടെ ചോദിക്കാം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കണ്ടെത്തിയത് ആരാന്ന് ചോദിക്കും. അതാണ് നോം ചോംസ്കി. ഇനി ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെ, ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നോം ചോംസ്കി ആണ്. ഇനി അതുകൂടാതെ ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന് പറയുന്ന കൃതി അല്ലെ, ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന് പറയുന്ന കൃതിയുടെ കർത്താവും ആരാണ്? നോം ചോംസ്കി. ഇത്രയും ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് അടിച്ച് പലതവണയായിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ്, അബ്രഹാം മാസ്ലോവിന്റെ അഭിപ്രായത്തിൽ ശക്തി, നേട്ടം, കഴിവ് എന്നിവ ഒരു വ്യക്തിയുടെ ഏത് ആവശ്യത്തിൽ ഉൾപ്പെടുന്നു? അപ്പൊ ഇവിടെ ഓർത്ത് വെക്കണം, ശക്തി, നേട്ടം, കഴിവ് അല്ലെ, ശക്തി, നേട്ടം, കഴിവ് എന്നിവ ഒരു വ്യക്തിയുടെ ഏത് ആവശ്യത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും അവിടെ വരുന്നത്? ആദര സംബന്ധമായ ആവശ്യം അല്ലെ. ഇത് ഏതുമായിട്ട് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്? എബ്രഹാം മാസ്ലോവിന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അല്ലെ, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇപ്പോഴും നമ്മളൊരു ട്രയാങ്കിൾ ഒക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ നമുക്കറിയാം, കറക്റ്റ് ആയിട്ട് അതത് സ്റ്റേജ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. അബ്രഹാം മാസ്ലോവിന്റെ അഭിപ്രായത്തിൽ ശക്തി, നേട്ടം, കഴിവ് എന്നിവ ഒരു വ്യക്തിയുടെ ഏത് ആവശ്യത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏത് ആവശ്യമായിരിക്കും അവിടെ വരുന്നത്? ആദര സംബന്ധമായ ആവശ്യം അല്ലെ, ആദര സംബന്ധമായ ആവശ്യം. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. ഇത് ഏത് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി അല്ലെ, സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അതായത് എബ്രഹാം മാസ്ലോവിന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, ത്രികോണമൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഓർത്ത് വെക്കണം, ആദ്യം ശാരീരികം അല്ലെ, ശാരീരികം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി നീഡ്സ്, സുരക്ഷ, സേഫ്റ്റി നീഡ്സ്. ദെൻ നെക്സ്റ്റ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് അല്ലെ, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സെൽഫ് എസ്റ്റീം, ആത്മാദരം അല്ലെ, ആത്മാദരം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കണം, ഓരോന്ന് പഠിക്കണം. ഏറ്റവും ആദ്യത്തെ ശാരീരിക ആവശ്യം സുരക്ഷ, അതുപോലെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, അതുകൂടാതെ സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത് പല രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ശാരീരിക ആവശ്യത്തിനും ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സിനും ഇടയിലുള്ളത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? സുരക്ഷ അല്ലെ. അതുപോലെ ഏറ്റവും ടോപ്പിൽ ഹയർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ പറയുന്നതിൽ ഏതാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏതെന്നാണ് പറയുന്നത്. ഏതായിരിക്കാം? ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ചൈൽഡ് സെൻട്രിക് ആണ് അല്ലെ, ചൈൽഡ് സെൻട്രിക്. അതില് സവിശേഷത അല്ലാത്തത് ഏതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും അവിടെ വരുന്നത്? ഒറ്റപ്പെട്ട വസ്തുക്കൾ മനഃപ്പാടമാക്കൽ. ഇപ്പൊ അങ്ങനെയല്ല വരുന്നത് അല്ലെ, ഒറ്റപ്പെട്ട വസ്തുക്കൾ മനഃപ്പാടമാക്കുക എന്നുള്ള കാര്യം അവിടെ എന്താണ് വരുന്നില്ല ചൈൽഡ് സെൻട്രിക്കിൽ. ഇനി ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. അനിതയ്ക്ക് ശ്രദ്ധക്കുറവ് ഓർ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ളതിനാൽ സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ തുടരാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. താഴെ പറയുന്നവയിൽ ഏത് തന്ത്രമാണ് ഒരു കുട്ടിക്ക് സാധാരണ ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സഹായിക്കുക എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് കൂടുതൽ ഗൃഹപാഠം നൽകുകയാണോ? ഇത്തരം പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികളെ അവഗണിക്കുക. ഏതായിരിക്കും അവിടെ വരുന്നത്? അവളെ അധ്യാപികയുടെ അടുത്തിരുത്തി ഹ്രസ്വവും വ്യക്തവുമായിട്ടുള്ള ജോലികൾ നൽകുക അല്ലെ. അപ്പൊ ADHD ആണ്. അപ്പൊ അവർക്ക് എന്താണ്? ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പൊ കുട്ടികൾക്ക് എന്താണ്? ഒരു ശരിക്കും പറഞ്ഞാൽ അവരൊരു അറ്റൻഷൻ സീക്കിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? അവർക്ക് ആ ഒരു പഠനത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധാരണ നോർമൽ കുട്ടികളെ പോലെ വരാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. സാമൂഹികമായ സ്വീകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ അഭിലഷണീയമായ വഴികളുടെ വഴിതിരിച്ചുവിടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഏതായിരിക്കും ഇവിടെ വരുന്നത്? ഉദാത്തീകരണം അല്ലെ, ഉദാത്തീകരണം. ഇത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്നതാണ്. ഡിഫൻസ് മെക്കാനിസം ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഉദാത്തീകരണം എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ലിമേഷൻ. അതായത് നമുക്ക് അസ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം, നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകും, അതിനെ നമ്മൾ എന്താണ് സ്വീകാര്യമായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയ. ഫോർ എക്സാമ്പിൾ, നല്ല ദേഷ്യക്കാരനായിട്ടുള്ള ആളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദേഷ്യം എന്നുള്ളത്. അപ്പൊ അത് മറികടക്കാൻ, അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാത്തൊരു കാര്യമാണ്, അപ്പൊ അത് മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇയാള് പട്ടാളത്തിൽ ചേരുന്നു അല്ലെ. പട്ടാളം എന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ ധമനമായാലും അതുകൂടാതെ യുക്തീകരണമായാലും പ്രക്ഷേപണമൊക്കെ ആയാലും പ്രൊജക്ഷനൊക്കെ ആയാലും കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം എന്തൊക്കെയാണെന്ന്. അപ്പൊ പ്രൊജക്ഷൻ നമുക്കറിയാം, നമ്മുടെ കഴിവുകേടുകൾ അല്ലെങ്കിൽ ഇതൊക്കെ മറ്റൊരു ആളിൽ ആരോപിക്കുന്നു അല്ലെ. ഇനി യുക്തീകരണം തെറ്റായ ന്യായീകരണം കണ്ടെത്തുന്നു അല്ലെ, ന്യായീകരണം, റാഷണലൈസേഷൻ. ഇനി ധമനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ധമനം അതായത് നമ്മുടെ നടക്കാൻ കഴിയാത്ത കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മുടെ
അൺകോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു അല്ലെ, അതാണ് ദമനം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന നോക്കിക്കോളാം, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഫ്രോയിഡിന്റെ ഘടനാ മാതൃകയിൽ അഹം പ്രവർത്തിക്കുന്നത് ഇനി പറയുന്നത് അനുസരിച്ചാണ് എന്നാണ് പറയുന്നത്. ഏതായിരിക്കും അവിടെ വരുന്നത്? യഥാർത്ഥ തത്വം അല്ലെ. നമുക്കറിയാം വ്യക്തിത്വത്തിന്റെ ഘടനാ മാതൃക ഫ്രോയിഡിന്റെ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ അല്ലെ, ഈഗോ, സൂപ്പർ ഈഗോ. ഇനി ഇത് പ്രവർത്തിക്കുന്നത് എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അല്ലെ, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഇനി ദെൻ ഈഗോ ഏതാണ് പ്രവർത്തിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ആണ്, റിയാലിറ്റി. ദെൻ സൂപ്പർ ഈഗോ എന്താ പ്രവർത്തിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ് അല്ലെ, മൊറാലിറ്റി. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഈഗോ എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി ആണ്. ദെൻ സൂപ്പർ ഈഗോ മൊറാലിറ്റി ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി ആണ്. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, നെക്സ്റ്റ് വരുന്നത് ആത്മനിഷ്ഠാ രീതി എന്നത് ഏത് മനഃശാസ്ത്ര പഠന സമീപനത്തിന്റെ ഭാഗമാണ്? അത് ആത്മനിഷ്ഠാ രീതി എന്ന് പറയുമ്പോൾ ഏത് പഠനത്തിന്റെയാണ്? അതായത് ഘടനാ മനഃശാസ്ത്രം അല്ലെ, സ്ട്രക്ചറലിസത്തിന്റെ ആണ് ആത്മനിഷ്ഠാ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അതിന്റെ വക്താക്കൾ ആരൊക്കെ അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആരൊക്കെ എന്ന് ഓർത്ത് വയ്ക്കണം. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, ഇവിടെ പല സമൂഹങ്ങളിലും പെൺകുട്ടികൾക്ക് പിങ്ക്, ആൺകുട്ടികൾക്ക് നീല എന്നത് ഇനി പറയുന്നതിൽ ഏതിന്റെ ഉദാഹരണമാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതിന്റെ ഉദാഹരണമാണ്? അതായത് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ലിംഗ കോഡിംഗ് അല്ലെ, അതായത് ലിംഗ കോഡിംഗ് ആണ്. അതായത് പെൺകുട്ടികൾക്ക് പിങ്ക്, ആൺകുട്ടികൾക്ക് നീല എന്നുള്ള ഒരു കോഡ് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ലിംഗ കോഡിംഗ് ആണ് അവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, ഭാഷയും ചിന്തയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വൈഗോട്സ്കിയുടെ ആശയത്തെ ഏറ്റവും നന്നായി ചിത്രീകരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? ഒരു പസിൽ പരിഹരിക്കുമ്പോൾ കുട്ടി സ്വയം സംസാരിക്കുന്നു. അത് ഭാഷയും ചിന്തയുമായിട്ട് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാഴ്ച പരിമിതിയുള്ള കുട്ടികളിൽ സർഗാത്മകത വളർത്താനുള്ള ഒരു പ്രധാന തന്ത്രം ഏത് അല്ലെ? ക്രിയേറ്റിവിറ്റി വളർത്താൻ. അത് കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ് അല്ലെ, ക്രിയേറ്റിവിറ്റി. ഏതായിരിക്കാം? അതായത് കളിമണ്ണ് പോലുള്ള സ്പർശിക്കുന്ന കലാവസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണ് എന്താ അവർക്ക് ആ ഒരു സർഗാത്മകത ഉണരുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാനം അല്ലെ, ബുദ്ധിമാനം കണ്ടുപിടിക്കാനുള്ള ശരിയായ സൂത്രവാക്യം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും അവിടെ? IQ = MA/CA × 100 ആണ് അല്ലെ. അപ്പോൾ ഇവിടെ CA/100, അതായത് IQ = MA/CA × 100. ഇത് ഓർത്ത് വെക്കുക. MA എന്ന് പറയുമ്പോൾ മെന്റൽ ഏജ് ആണ് അല്ലെ, മെന്റൽ ഏജ്. CA എന്ന് പറയുമ്പോൾ ക്രോണോളജിക്കൽ ഏജ് ആണ്, ക്രോണോളജിക്കൽ ഏജ്. ഇനി ഇവിടെ വേറൊരു കാൽക്കുലേഷൻ, അതായത് ചിലപ്പോൾ MA ചോദിക്കും, IQ കൊടുത്തിട്ട് MA ആയിരിക്കും കണ്ടെത്താൻ പറയും, അല്ലെങ്കിൽ IQ കൊടുത്തിട്ട് CA കണ്ടെത്താനൊക്കെ ചോദിക്കും. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇനി അതല്ലാതെ അവിടെ കുറച്ചധികം എന്താണ് ഒരു ചെറിയൊരു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ CAയും MAയും തുല്യമാണെങ്കിൽ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇനി MA ആണ് കൂടുതലെങ്കിൽ ആ കുട്ടിയുടെ IQ 100-ൽ കൂടുതലായിരിക്കും, 100-ൽ കൂടുതൽ. ഇനി CA ആണ് അവിടെ കൂടുതൽ, MAനേക്കാളും CA ആണ് കൂടുതലെങ്കിൽ 100-ൽ താഴെ ആയിരിക്കും IQ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ് അവിടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇത് നെക്സ്റ്റ് നോക്കിക്കോളാം, പാവ്ലോവിന്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം മണിയൊച്ച എന്തായി പരിഗണിക്കൂ എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? അനുബന്ധിത ചോദകം അല്ലെ, കണ്ടീഷണഡ് സ്റ്റിമുലസ് ആയിട്ട് മാറാണ് അല്ലെ, കണ്ടീഷണഡ് സ്റ്റിമുലസ് ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളാം, പിയാഷയുടെ അഭിപ്രായത്തിൽ ബൗദ്ധിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ യഥാർത്ഥ വസ്തുക്കൾക്ക് പകരം പ്രതീകങ്ങൾ, അതായത് സിംബൽസ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സിംബൽസ് ഏതായിരിക്കാം? സിംബൽസ് പ്രാഗ്മനോവ്യാപാര ഘട്ടം അല്ലെ. അതായത് നമുക്ക് 4 സ്റ്റേജ് ഉണ്ട്. SPCF എന്ന് ഓർത്താൽ മതി. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺവേറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അതിന്റെ പ്രായം പഠിക്കണം. 0 മുതൽ 2 വയസ്സ് വരെ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെ. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 11 വയസ്സ് മുതൽ അങ്ങോട്ട്. ഓരോന്നിന്റെയും പ്രത്യേകതകൾ പഠിക്കണം. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ല അല്ലെ. ഇനി പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇറിവേഴ്സിബിലിറ്റി, അതുകൂടാതെ സെൻട്രേഷൻ, ഈഗോ സെൻട്രിക് തോട്ട്, അനിമിസം, ഇതൊക്കെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതകളാണ്. ഇനി കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകത കൺസർവേഷൻ അല്ലെ, മാസ് കൺസർവേഷൻ, അതുകൂടാതെ വോളിയം, ഇതൊക്കെ അതിനെയൊക്കെ പറ്റി, അതുകൂടാതെ ക്ലാസിഫിക്കേഷൻ, സീരിയേഷൻ, അതൊക്കെ ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താ? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികൾ എന്താണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലെ കുട്ടികൾ പരികല്പനകൾ രൂപീകരിക്കുന്നു അല്ലെ, ഹൈപ്പോത്തോസിസ്, പിന്നെ അമൂർത്തമായിട്ട് ചിന്തിക്കുന്നു. ഇനി ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം,
താഴെ പറയുന്നവൽ ഋണപ്രബലനത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും അവിടെ? നല്ല പെരുമാറ്റത്തിൽ നിന്ന് വിട്ട് നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ പറയുന്നവൽ ഋണപ്രബലനത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? നല്ല പെരുമാറ്റത്തിന് വീട്ടുജോലികൾ എടുത്തു കളയുക. ഇത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത? ഋണപ്രബലനം എന്നൊക്കെ പറയുമ്പോൾ സ്കിന്നറുടെ തിയറിയാണ് അല്ലെ. സ്കിന്നറിന്റെ ഒപ്പാറാൻഡ് കണ്ടീഷനിങ്. അതായത് ഇവിടെ നമുക്കറിയാം സ്കിന്നർ തിയറിയിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് അല്ലെ, ഏതൊക്കെയാണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, പോസിറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ട് അല്ലെ. ഇത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അത് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഹൊവാർഡ് ഗാർണറുടെ അഭിപ്രായത്തിൽ ഒരുവന് മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കുക വഴി അവരുമായിട്ട് നല്ലതുപോലെ ഇടപഴകുവാൻ സാധിക്കുന്ന ബുദ്ധിശക്തി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? വ്യക്താന്തര ബുദ്ധി അല്ലെ. മറ്റുള്ളവരുടെ വിചാരങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ളതാണ് വ്യക്താന്തര ബുദ്ധിയുള്ളവർ. അതായത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇനി ആന്തരിക വൈയക്തി ഇൻട്രാപേഴ്സണൽ. അതെന്താണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ? അതായത് സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവർ. ഇവരെയാണ് നമ്മൾ ആന്തരിക വൈയക്തിക ബുദ്ധിയുള്ളവർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. തുടർച്ചയായ മൂല്യനിർണ്ണയത്തിൽ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏതായിരിക്കും? വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. നമ്മൾ മൂല്യനിർണ്ണയം തന്നെ നമുക്കറിയാം. സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇനി സമ്മേറ്റീവ് എന്താണെന്ന് പഠിക്കണം. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടേമിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇയറിന്റെ അവസാനത്തിൽ അല്ലെ. ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഇടവിട്ടുള്ളത്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിയുടെ ഒപ്പം ടിയും കൂടി നോക്കുന്നത് അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് WAIS എന്തിനുള്ള ഉദാഹരണമാണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ബുദ്ധി പരീക്ഷയാണ് അല്ലെ. ബുദ്ധി പരീക്ഷ നമുക്ക് കുറച്ചധികം ബുദ്ധി പരീക്ഷ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. അതായത് ബാട്ടിയുടെ പ്രകടന ശോധകമുണ്ട്, പിന്റർ പാറ്റേഴ്സൺ ബുദ്ധിമാപിനി ഉണ്ട്. അങ്ങനെ കുറച്ചധികം ബുദ്ധിമാപിനികൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. വെഷ്ലർ, ബെല്ലാവ്യൂ ഇന്റലിജൻസ് ടെസ്റ്റ്, ഇതങ്ങനെ കുറച്ചധികം ബുദ്ധിശക്തികളുണ്ട്. ബുദ്ധിപരമായിട്ട് ബുദ്ധിയെ മാപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ചധികം ബുദ്ധി പരീക്ഷകളുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നോക്കിക്കോളാം. വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കും? വികാസം രേഖീയമാണോ? അല്ല അല്ലെ. സ്പൈറലാണ് അല്ലെ. സ്പൈറലാണ്. അതായത് ചാക്രീകമാണ്. വികാസം എന്ന് പറയുന്നത് ചാക്രീകമാണ്. വികാസത്തിന്റെ മറ്റ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കണം. വികാസം അനുസ്യൂതമാണ് അല്ലെ. കണ്ടിന്യൂസ് ആണ്, വോംബ് ടു ടോംബ് ആണ്. വികാസം ഗതി നിയമം പാലിക്കുന്നു. അതായത് ജനറൽ ടു സ്പെസിഫിക്, പ്രോക്സിമോ ഡിസ്റ്റൽ, സെഫലോകോഡൽ, അതൊക്കെ പഠിക്കണം. അതുകൂടാതെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇതെന്താ? വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ്. ഇതൊക്കെ അതിന്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് നിങ്ങളൊന്ന് നോക്കിക്കോളാം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അല്ലെ. 30 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി. ഇനി അതിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഇനിയുള്ള പഠനം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കാണേണ്ടത്. 30 ഒരു 10 അതിൽ താഴെ അല്ലെങ്കിൽ 15 അതിൽ താഴെയാണെങ്കിൽ ഒന്നും ഓർക്കേണ്ട, നിങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ അവിടെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ ഹയർ ആയിട്ട് ഒരു 25 above 28 above ഒക്കെ നമുക്ക് വേണം. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകരമാണ്. അപ്പൊ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു കേറ്ററ്റ് ഉറപ്പിക്കാനായിട്ട് 10 ദിവസം ഒരു 20 മണിക്കൂർ കേറ്ററ്റ് ബൂസ്റ്റർ ബാച്ച് ഇവിടെ ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ സിലബസിനെയും ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. എസ്പെഷ്യലി സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ എല്ലാം തന്നെ ഉള്ള ക്ലാസ്സുകൾ 2 മണിക്കൂർ ക്ലാസ്സസ് വെച്ച് നിങ്ങൾക്ക് 20 മണിക്കൂർ ക്ലാസ്, 10 ദിവസം കൊണ്ട് 20 മണിക്കൂർ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു മോഡൽ നമ്മൾ 9-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8589083568. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്രയാണ് നിങ്ങളുടെ മാർക്ക് എന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.